good afternoon, each one of you. We both welcome you all to our 25th live session. This is Shali Shashidharan and we have Sal sir with us. This is our 25th live session. Yes sir, this is our അതായത് 25th നമ്മുടെ കഴിഞ്ഞ live session. 25ാമത്തെ ലൈവ് സെഷൻ ആണ്. അതെ നമ്മൾ ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്ത് ഇവിടം വരെ എത്തി. പക്ഷേ ഇന്നത്തെ ക്വസ്റ്റ്യൻസിനകത്ത് ഞാൻ നോക്കിയിട്ട് ഇന്നത്തെ നമ്മുടെ PPTക്കകത്ത് എനിക്കൊരു ചെറിയ ഒരു ഡൗട്ട്. ക്ലൂ ഇല്ല അല്ലേ? ക്ലൂ ഇല്ലെന്നുള്ളതല്ല, ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും കാണുന്നില്ല. അതെന്താണ് നമ്മുടെ കുട്ടികൾ എല്ലാ ലൈവ് സെഷനിലും നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തു അല്ലേ? അപ്പൊ അവർക്ക് അതിൽ കറക്ഷൻസ് കണ്ടുപിടിക്കാനൊക്കെ കുറെ പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ PPTയിൽ എന്താണ് ശാലി അത് അങ്ങനെ ചെയ്തത്? കഴിഞ്ഞ 24 ലൈവ് സെഷൻസിലെ സാൽസർ അങ്ങ് ക്ലൂ ഇട്ട് ഓപ്ഷൻ ഒന്നുമില്ല, നമ്മുടെ കുട്ടികളല്ലേ, നമ്മുടെ കുട്ടികൾക്ക് പിന്നെ ക്ലൂ കൊടുക്കണ്ടേ? അപ്പൊ ഈ ലൈവ് സെഷൻ ക്ലൂലെസ് ക്വസ്റ്റ്യൻ അങ്ങ് ആക്കിയേക്കാന്ന് വിചാരിച്ചു. സാർ ഇനി ഇവിടെ ഒരു ക്ലൂ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ക്ലൂ കൊടുക്കരുത്, അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഇന്ന് ഷാലി പ്രിപ്പയർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻസിലും മിസ്റ്റേക്സുകളില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഓപ്ഷൻസ് ഇല്ല, എല്ലാം ഉണ്ട്, ഓപ്ഷൻസ് ഇല്ല. പിന്നെ ഈ ഓപ്ഷൻസ് ഇല്ലാതെ എങ്ങനെയാ നമ്മുടെ കുട്ടികൾക്ക് അത് കറക്റ്റ് ആൻസറിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുക? അതായത് റീഡ് ബിറ്റ്വീൻ ലൈൻസ്, അതായത് ഷാലി ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ 24 ലൈവ് സെഷനും കൃത്യമായി അറ്റൻഡ് ചെയ്ത ഏതൊരു കാൻഡിഡേറ്റിനും, ഏതൊരു OET ആസ്പിരന്റിനും they can easily find out the exact answer without giving any clue. 100% sir, no doubts in that, no doubts in that. അത്ര ഒരു കൺവിക്ഷൻ ഉണ്ട്. അത്ര കൺവിക്ഷൻ ഉണ്ട് സർ. അത്ര കൺവിക്ഷൻ നിങ്ങളുടെ ടീച്ചർക്ക് ഉണ്ടെങ്കിൽ of course I do have the same conviction. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? This is our 25th live session. ഇനിയും ഒരുപാട് ലൈവ് സെഷൻ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. നമ്മുടെ കുട്ടികളെ വിഷ് ചെയ്തില്ല. ബബിത ജോയ് ഗുഡ് ആഫ്റ്റർനൂൺ. ബബിത ജോയ്. ഷീബ ജോസഫ് ഗുഡ് ആഫ്റ്റർനൂൺ. ഷീബ ജോസഫ്. then അരുൺ കുര്യാക്കോസ്. ബബിത, we want everybody's active participation. നിങ്ങളുടെ ഓരോ കമന്റിൽ കൂടിയും, നിങ്ങളുടെ ഓരോ മെസ്സേജിൽ കൂടിയാണ്, ഓരോ റെസ്പോൺസിൽ കൂടിയാണ് ഈ ലൈവ് സെഷൻ കൂടുതൽ പേരിലേക്ക് എത്തുക. So everybody should be agile, right? We want everyone's active participation. Those who are monitoring this video at present, they are requested to say good afternoon. Say good afternoon. Everybody has to say. Come on. Safna Shihab, good afternoon. Raji Prabhat, good afternoon. Good afternoon everybody. Anup, Raji, Boni, Safna, a very good afternoon each one of you, and I'm so elated that 25th live session vare nammal ettittundu. അതുകൊണ്ട് തന്നെ എല്ലാ ലൈവ് സെഷൻ ആയിട്ട് ഒരു ഇച്ചിരി വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. So let's see how we do it. So let's start our live session. So before we start our live session, people show some love. Okay, ഒരു കാര്യം കൂടെ പറയാം. We forgot to say one more thing. Tomorrow we have exam. Yes. There are many OET exam aspirants, exam takers are watching this program at present. Okay, നാളെ എക്സാം എഴുതാൻ പോകുന്ന ഏതൊരു കാൻഡിഡേറ്റ്, എല്ലാ കാൻഡിഡേറ്റ്സും ദയവായി ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ടുമോറോ വി ഹാവ് എക്സാം. ഒന്ന് കമന്റ് ചെയ്തേ പ്ലീസ്. കമന്റ്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്. നാളെ എക്സാം ഉള്ള സ്റ്റുഡൻസ് ഒന്ന് കമന്റ് ചെയ്യുക. ടുമോറോ ഐ ഹാവ് എക്സാം എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശാലി ഇന്നത്തെ സംഭവങ്ങൾ കുറച്ച് കട്ടിക്കാണ് വെച്ചിരിക്കുന്നത്. ഞാൻ കുറെ വായിച്ചു, ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചു. അപ്പൊ നാളത്തെ എക്സാമിന് പോകുന്നവർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അവർക്കുണ്ടാവുന്ന കൺഫ്യൂസ്ഡ് ആയ കുറെ ഏരിയാസ്, അതിനൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ ഒരു ലൈവ് സെഷൻ. ഈ ഒരു ലൈവ് സെഷന്റെ എൻഡോടെ ആ ഒരു ടോപ്പിക്കിൽ പിന്നെ ഒരു കൺഫ്യൂഷനും വരില്ല. Are you sure? Yes, 10% sure sir. Okay, so let's start. Yes, start. Okay, question. So let's start with our first question. Please let's have first question on our screen. So heading ഒന്നും തന്നിട്ടില്ല. ഹെഡിങ് തരാത്ത കാരണം എന്തായാലും ലൈവ് എടുക്കുന്നുണ്ട്. I'll be announcing the question. What's the question all about? So the question is use suitable connector. Okay, the question is suitable connector. Connected question ആണെങ്കിലും സൈഡ് ബൈ സൈഡ് ഞാനും സാറും ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്നതായിരിക്കും. ആസ് ഓഫ് നൗ ഇത് കണക്ടർ, യൂസ് എ സ്യൂട്ടബിൾ കണക്ടർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഷീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് സൂസൈഡൽ ഐഡിയേഷൻസ് ആൻഡ് സെൽഫ് ഹാം. She has never consulted a psychiatrist. What suitable connector should be used to connect these two statements? She has a history of suicidal ideation and self-harm. She has never consulted a psychiatrist. Ne connect cheyanulla ettavum suitable connector endayirikkum? What will be the suitable connector to connect these two statements? People, come on, answer the question in the chat box. Okay, she has a history of suicidal
ഐഡിയേഷൻസ് ആൻഡ് സെൽഫ് ഹാം. ഓക്കെ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷീ ഹാസ് നെവർ കൺസൾട്ടഡ് എ സൈക്കാട്രിസ്റ്റ്. അത് അനദർ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓൾറെഡി വി ഹാവ് ഗിവൺ 2 സ്റ്റേറ്റ്മെന്റ്സ്, 2 സെന്റൻസസ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ ഓൾറെഡി വി ഹാവ് ഗിവൺ 2 ഫുൾ സ്റ്റോപ്സ്. 1 ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് ആണ്. വി ഹാവ് ഗിവൺ 2 ഫുൾ സ്റ്റോപ്പ്. ദാറ്റ് മീൻസ് 2 സെന്റൻസസ് ആർ ഗിവൺ ഹിയർ. ഓക്കെ, അത് ശാലി ഉദ്ദേശിക്കുക രണ്ടും കൂടി ഒറ്റ ഫുൾ സ്റ്റോപ്പിലാക്കണമെങ്കിൽ രണ്ടും കൂടി ഒരു സ്യൂട്ടബിൾ കണക്ടർ അവിടെ യൂസ് ചെയ്യണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവൻ ഗിവൺ എനി ക്ലൂ to identify, right? What kind of connector should what kind of connector should be used over there? Come on, എല്ലാവരും ഇത് കമന്റ് ചെയ്തേ. however ഉണ്ട്, but വന്നിരിക്കുന്നു. എല്ലാവരും ഇത് കമന്റ് ചെയ്യേ. come fast. yes, ഒരുപാട് സ്റ്റുഡൻസ് ആൻസർ ചെയ്യുന്നത് however but ആണ്. എന്നാൽ പോലും I would appreciate if each one of you would answer, because ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. and I would appreciate if each one of you answer, and I'm happy that you have landed to the right answer. therefore Allah, right? so ഞാൻ എൻ്റെ ആൻസർ പറയട്ടെ. yes so see people, connectors in the question ആണ്. I've given you 2 statements and I want you to connect suitable connector in order to connect these 2 statements. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് she has a history of suicidal ideations and self harm. പേഷ്യന്റിന് സൂസൈഡൽ ഐഡിയേഷൻസിന്റെ സെൽഫ് ഹാമിന്റെയും ഹിസ്റ്ററി ഉണ്ട്. She has never consulted a psychiatrist. ഇന്നേ വരെ ഒരു സൈക്യാട്രിസ്റ്റിനെയും കൺസൾട്ട് ചെയ്തിട്ടില്ല. എക്സാക്ട്ലി. സോ കൺസൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സൂസൈഡൽ ഐഡിയേഷൻസ് ആൻഡ് സെൽഫ് ഹാമിന്റെ ഹിസ്റ്ററി ആയിട്ടുള്ള ആൾ ഉറപ്പായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതായിരുന്നു. Yes, she should have consulted a psychiatrist. That means second statement is not in the favor of the first statement. And when 2 statements are opposing to each other, when 2 statements are contradictory to each other, when 2 statements are positive negative statement, you are supposed to connect it with any opposing connector they are. Although, however and but. Right? Sentence ഒന്ന് make ചെയ്തു നോക്കി. Yes, however use shia, please listen to her. use shia. So you should have connected at she has a history of suicidal ideations and self harm, semicolon, however, comma, she has never consulted a psychiatrist. However in the h will be small. You can even say she has a history of suicidal ideations and self harm, comma, but she has never consulted a psychiatrist. Any opposing statement connector would go. ചിലര് therefore പറഞ്ഞു. therefore പോകാമായിരുന്നു. എപ്പോഴായിരുന്നു? she has a history of suicidal ideation and self harm, therefore she has consulted a psychologist. ആയിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് ഇതിലെ ഗ്രാമാറ്റിക്കൽ ഏരിയാസ് നമുക്ക് നോക്കണ്ടേ? സെന്റൻസ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് നോക്കണം. ഏത് ടെൻസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്, വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്റ്റീവിനാണോ പാസീവിലാണോ എന്നൊക്കെ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാക്കണം. പ്ലീസ്, ഷീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് സൂയിസൈഡ് ഐഡിയേഷൻസ് ആൻഡ് സെൽഫ് ഹാം. സെൽഫ് ഹാം എന്ന വേർഡ് ഹൈഫനേറ്റഡ് ആയ വേർഡാണ്, റൈറ്റ്? പ്ലീസ് നോട്ട് ദ പോയിന്റ്. സെൽഫ് ഹാം, സെൽഫ് എസ്റ്റീം ഇതെല്ലാം ഹൈഫനേറ്റഡ് വേർഡ്സ് ആണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഷീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് സൂയിസൈഡ് ഐഡിയേഷൻസ് ആൻഡ് സെൽഫ് ഹാം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ഷീ സിംഗുലർ ആണ്, ഹാസ് മെയിൻ വെർബ് ആണ്. എ ഹിസ്റ്ററി ഓഫ് എന്നുള്ളത് ഒരു നൗൺ ഫോം ആണ്. സൂയിസൈഡൽ ഐഡിയേഷൻസ് ആൻഡ് സെൽഫ് ഹാം, അങ്ങനെ ഒരു ഐഡിയ, ഇങ്ങനെ ഹിസ്റ്ററി പേഷ്യന്റിന്, ആ ഷീ എന്ന പേഷ്യന്റിനുണ്ട് അല്ലേ? അവിടെ നമ്മൾ സെമികോളൻ ഇട്ടു. സെമികോളൻ ഇട്ടാൽ ബട്ടല്ല, ഹവർ ആണ്, എച്ച് സ്മോൾ ലെറ്റർ, ഹവർ, കോമ, ഷീ ഹാസ്, അഗൈൻ ഷീ വരുമ്പോൾ എസ് സ്മോൾ ലെറ്റർ യൂസ് ചെയ്യണം. ഷീ ഹാസ് നെവർ കൺസൾട്ടഡ് എ സൈക്യാട്രിസ്റ്റ്. അവിടെ കൊടുത്തിരിക്കുന്നത് ഹാസ് ഓക്സിലറി ആണ്. ശ്രദ്ധിക്കുക, ഇത് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ഹാവ് ഹാസ്, രണ്ടിലും ഹാസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഹാസ് ഉണ്ട്. ഹാസ് കഴിഞ്ഞ് എ ഹിസ്റ്ററി ഓഫ് എന്ന നൗൺ ഫോം യൂസ് ചെയ്തുകൊണ്ട് ഹാസ് ഈസ് ട്രീറ്റഡ് ആസ് മെയിൻ വെർബ് ഓവർ ദേർ. പക്ഷേ ഇവിടെ ഹാസ് കഴിഞ്ഞ് കൺസൾട്ടഡ് എന്ന വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ദാറ്റ് മീൻസ് V3 ഫോം യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ പ്രസന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് പെർഫെക്റ്റ്. ഷീ ഹാസ് നെവർ കൺസൾട്ടഡ് എ സൈക്യാട്രിസ്റ്റ്. സൈക്യാട്രിസ്റ്റിന്റെ പി സ്മോൾ ലെറ്റർ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് പെർഫെക്റ്റ്. രണ്ടും എഫക്റ്റീവായ 2 ടെൻസുകളാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി അഥവാ ഷീ ഹാഡ് എ ഹിസ്റ്ററി, അങ്ങനെ ഒരു പേഷ്യന്റിന് അങ്ങനെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് സബ്സൈഡ് ചെയ്തു, അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല.
അങ്ങനെയായിരുന്നെങ്കിൽ ഷീ ഹാഡ് എ ഹിസ്റ്ററി ഓഫ് സൂയിസൈഡ് ഐഡിയേഷൻസ് ആൻഡ് സെൽഫ് ഹാം എന്ന് എഴുതിയാൽ ഷീ നെവർ കൺസൾട്ടഡ് എ സൈക്കാട്രിസ്റ്റ് ആണ് കുറച്ചുകൂടി ആപ്റ്റ് അല്ലേ? അല്ലെങ്കിൽ ഹാസ് കൺസൾട്ട് യൂസ് ചെയ്യാം, പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം, സിമ്പിൾ പാസ്റ്റ് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ സിമ്പിൾ പാസ്റ്റ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് വേണം. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഷീ ഡിഡിൻ കൺസൾട്ട് എന്ന് എഴുതരുത്. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ പ്രസന്റ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അതിന് സ്യൂട്ടബിൾ ആയ അനദർ സ്റ്റേറ്റ്മെന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണോ? പറഞ്ഞോളൂ. സൈക്കാട്രിസ്റ്റിന്റെ പി സ്മോൾ ആയത് എന്തുകൊണ്ടാ? ബിക്കോസ് അത് ഏതേലും സൈക്കാട്രിസ്റ്റ് ആവാം, ഒരു പർട്ടിക്കുലർ സൈക്കാട്രിസ്റ്റ് അല്ല. കോമൺ നൗൺ, റൈറ്റ്? ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ നൗൺ, ഇറ്റ്സ് കോമൺ നൗൺ. പേഷ്യന്റിന് ഒരു സൈക്കാട്രിസ്റ്റ് അല്ലാതെ ഇന്ന സൈക്കാട്രിസ്റ്റ് അല്ല, ഒരു സൈക്കാട്രിസ്റ്റിനെ ഇതുവരെ പേഷ്യന്റ് കൺസൾട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പി അവിടെ സ്മോൾ ആയത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ കണക്ടർ, ടെൻസസ്, ഓക്സിലറി വെർബ്, പ്രോപ്പർ നൗൺ, കോമൺ. അത് മാത്രമല്ല, പല കുട്ടികളുടെ സംശയം രണ്ടിടത്തും ഹാസ് കിടക്കുന്നു. പലരുടെയും വിചാരം ഹാസ് എല്ലാ ഹാസ് ഒന്നാണെന്നാണ്. അല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഷീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് എന്നുള്ള ഹാസ് സിമ്പിൾ പ്രസന്റ് ആണ്, ഹാസ് ആണ് മെയിൻ വെർബ് ആണ്, പ്രധാന ക്രിയയാണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഹാസ് നെവർ കൺസൾട്ട്, നെവർ വന്നതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റിലോട്ട് നമ്മളത് മൂവ് ചെയ്തു. അവിടെ കൺസൾട്ടഡ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, ഹാസ് അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് ടെൻസ് ആണ്, ഹാസിന് ഡിഫറെന്റ് റോളാണ് രണ്ടിടത്തും കൊടുത്തിരിക്കുന്നത്. Next, let's move to the next question. Let's move on to question number 2, people. Yes. Let's move on to question number 2. So I'll read out the question number 2. Question number 2, the first statement. He is concerned about his health and wants to learn surgical options. Patient concerned ആണ് ഹെൽത്തിനെ കുറിച്ച് ഓർത്ത് അതേപോലെ സർജിക്കൽ ഓപ്ഷൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. He will consider surgical treatments if the facility recommends. He is concerned about his health and wants to learn surgical option. He will consider surgical treatment if the facility recommends. Come on, people, what connector should go? He is concerned about his health and wants to learn surgical options, full stop. The next statement is, he will consider surgical treatments if I small letter, if the facility singular recommends. ഏത് കണക്ടർ, ഏത് സ്യൂട്ടബിൾ കണക്ടർ നിങ്ങൾ യൂസ് ചെയ്യും? എല്ലാവരും കമന്റ് ചെയ്തേ. There is no option. ഒരിക്കലും കൊടുത്തിട്ടില്ല. There are no options. You have to find out which is a suitable connector, right? Right. പോരട്ടെ. Therefore, however. ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ലേ പറഞ്ഞു, ഇത്രയും ലൈവ് സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ക്ലൂ ഉണ്ടായിരുന്നെങ്കിൽ സർ ക്ലൂടെ പുറത്ത് ക്ലൂ കൊടുത്തേനെ. നാളെ എക്സാമിന് പോകുന്ന നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ട്, അവർക്കെല്ലാം ബെനിഫിഷ്യൽ ആവട്ടെ അല്ലേ? പലർക്കും സംശയമാണ് പലതും. അതെ, സോ സർ കണ്ടോ, ഒരു ക്ലൂ ഇല്ലാതെ എല്ലാ സ്റ്റുഡൻസും റൈറ്റ് ആൻസറിലോട്ട് ലാൻഡ് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മുടെ സ്റ്റുഡൻസ്. സൗമ്യ ബാബു, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. അരുൺ കുര്യാക്കോസ് കറക്റ്റ് ആണ്, വിച്ചു കറക്റ്റ് ആണ്, ലിൻചു ജോസ്, രാജി പ്രഫാദ് എക്സലന്റ്. എല്ലാവരും കറക്റ്റ് ആണ്. ആരും റോങ് ആയിട്ട് മെസ്സേജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഷാലി അത് സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്, സോ നമുക്ക് ഇതിന്റെ കണക്ടറിനെ കുറിച്ച് സംസാരിക്കാം. Yes. He is concerned about his health and wants to learn surgical options. So you are basically talking about a positive aspect about the statement about the patient, that the patient is concerned about his health and the patient wants to learn surgical option. And because he wants to learn surgical option, he will certainly consider treatment if the facility recommend. That means second statement is going to take place because of the first statement. First statement is the after effect of the second statement. Both the statements are not at all contradictory to each other. They are favoring each other. Alle second statement നടക്കാൻ പോകുന്നത് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പേഷ്യന്റ് കൺസേൺഡ് ആയതുകൊണ്ട് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് സർ 4 സപ്പോർട്ടിംഗ് കണക്ടേഴ്സ് ഉണ്ട് നമുക്ക്. സെമികോളൻ therefore comma for which, comma as, full stop, subsequently, comma. ഇവിടെ ഇഷ്ടമുള്ള കണക്ടർ ഇവർക്ക്. പക്ഷെ നമുക്ക് അപ്പം നമ്മൾ ആസ് യൂസ് ചെയ്യുവാണെങ്കിൽ പ്ലേസ് മാറ്റണ്ടേ? അതിപ്പോ ഒരു കാര്യം ചെയ്യും, ആദ്യം നമ്മൾ ആ therefore അല്ലേ, ഇപ്പൊ നമ്മൾ therefore ആണ് എല്ലാവരും. അപ്പൊ നമ്മൾ therefore ഇട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് നമുക്ക് ആസ് ഇട്ടിട്ട് ഷാലി സെക്കൻഡ് ആയിട്ട് അതെങ്ങനെയാണ്, കാരണം കൺഫ്യൂസ്ഡ് ആവണ്ട, ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണ്ട. ഓക്കേ, സോ therefore which he's concerned about his health and wants to learn surgical options, semicolon, therefore, comma, he will consider surgical treatments if the facility recommends. He will consider surgical treatments if the facility recommends, comma, as he is concerned about his health and wants to learn surgical options. He is concerned about his health and wants to learn surgical options,
full stop, subsequently, comma, he will consider surgical treatment if the facility recommends. എങ്ങനെ പോയാലും സ്റ്റേറ്റ്മെന്റിന് ഒരേ മീനിങ് ആ വരുന്നത്, പക്ഷേ 4 കണക്ടറിനും 4 രീതിയിലുള്ള റീപ്രസെന്റേഷൻ ആണ്. 4ഉം സെയിം ആണെന്ന് പറഞ്ഞ് ഒരേ പൊസിഷനോ ഒരേ കാര്യമല്ല വ്യക്തം ചെയ്യുന്നത്. So yes sir, all about connectors. Yes sir. അത് കഴിഞ്ഞല്ലോ. നമുക്ക് നേരെ ടെൻസിലോട്ട് പോവാം. He is concerned about his health and wants to learn surgical options, semicolon, therefore, right? Comma, therefore ന്റെ comma. പിന്നെ he ഇടുമ്പോൾ he small ആണോ ക്യാപിറ്റൽ ആണോ? He small letter. He will consider surgical treatments if the facility recommends എന്നാണ് ഷാലി ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതിലെ ഗ്രാമാറ്റിക്കൽ സൈഡിലോട്ട് നമുക്കത് പോവാം. He is concerned about his health and എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് അല്ലാതെ ആക്റ്റീവ് വോയിസ് തന്നെയാണ്. പലരും കരുതിയിരിക്കുന്ന കൺസേൺഡ് വരുമ്പോൾ ഹീസ് കൺസേൺഡ് എന്നുള്ളത് പാസീവ് സൗണ്ട് ആണ്. നോ, കൺസേൺഡ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എല്ലാ വെബ്സിന്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ B3 ഫോം അഡ്ജക്റ്റീവ് ആണോ? നോ, നെവർ. ഓക്കെ, ഒരിക്കലുമല്ല. പക്ഷെ പല വെബ്സിന്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അഡ്ജക്റ്റീവ്സ് കൂടിയാണ്. അതുകൊണ്ട് ഹി ഈസ് കൺസേൺഡ് എന്നുള്ളത് അയാൾ കൺസേൺഡ് ആണ്, അല്ലെ അവൻ കൺസേൺഡ് ആണ്. About, except preposition about his health, and wants means he wants. Exactly, he wants. Simple present, again simple present. First clause simple present, and ന് ശേഷം ഇതിരിക്കുന്ന wants means subject he ആണ്. He wants to learn surgical options, semicolon, therefore connective ആണ്. Again comma, അത് therefore ന്റെ കോമയാണ്. He will consider surgical treatments, again simple future tense, right? If the facility recommends, if ഒരു കണക്റ്റീവ് അഗെയിൻ വന്നിട്ടുണ്ട്, പക്ഷേ the facility സിംഗുലർ ആയതുകൊണ്ട് അവിടെ recommends യൂസ് ചെയ്തു, അവിടെയും സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്തു. If the facility recommends, അവിടെ ഒന്നും കോമയില്ല, ഇഫിന് മുന്നിൽ കോമയൊന്നും ഇടരുത്. ക്ലിയർ ആണോ? So we have covered everything about question number 2. 3 ലോട്ട് മൂവ് ചെയ്യാം. Let's move on to question number 3 people. Question number 3 read ചെയ്യാം. Question number 3 ന്റെ first part. She was not previously screened for diabetes. ഇതിനു മുമ്പ് പേഷ്യന്റ് ഡയബറ്റീസിന് വേണ്ടിയിട്ട് സ്ക്രീനിങ് ചെയ്തിട്ടില്ല. She was not previously screened for diabetes. In view of the risk factors, random blood glucose was taken and traces of protein were noted in urine analysis. She was not previously screened for diabetes. In view of the risk factors, random blood glucose was taken and traces of protein were noted in urine analysis. What suitable connector can be used? Come on people. She was not previously screened for diabetes. ശ്രദ്ധിക്കുക, നേരത്തെ ഡയബറ്റീസിന് സ്ക്രീൻ ചെയ്തിട്ടില്ല എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഇൻ വ്യൂ ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ്, കോമ, ഓക്കെ, ദെൻ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് വാസ് ടേക്കൺ ആൻഡ് ട്രേസസ് ഓഫ് പ്രോട്ടീൻ വെയർ നോട്ടഡ് ഇൻ യൂറിൻ അനാലിസിസ്. ഓക്കെ, എല്ലാവരും കമന്റ് വിച്ച് ഇസ് എ സ്യൂട്ടബിൾ കണക്ടർ. ഏതാണ് സ്യൂട്ടബിൾ കണക്ടർ? വി വാണ്ട് എവറിബഡീസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നോബഡി ഷുഡ് ബി പാസീവ് ഹിയർ. പ്ലീസ്. Hello Ashley, thank you so much Ashley. Consequently, subsequently, okay, consequently, subsequently, porate, subsequently, okay, consequently, subsequently, okay. So consequently, ഏത് subheading of connectors in the under വരുന്നതായിരിക്കും? Supporting or opposing? Consequently would come under opposing connector or supporting connector. Consequently ആൻസർ എല്ലാവരും പറയുന്നത് നമുക്ക് മാറ്റി കൊടുക്കാം. സബ്സിക്വന്റ്ലി ആൻഡ് കോൺസിക്വന്റ്ലി തമ്മിലുള്ള ആ ചെറിയ വ്യത്യാസം എന്താണ്, അത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യണം. ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഷാൽ ഐ? യെസ്. ഓക്കെ. ഷീ വാസ് നോട്ട് പ്രീവിയസ്ലി സ്ക്രീൻ ഫോർ ഡയബറ്റീസ്. ഇതിനു മുമ്പ് പേഷ്യന്റ് ഡയബറ്റീസിന്റെ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. राइट, इससे पहले पेशेंट का डायबिटीज का स्क्रीनिंग नहीं हुआ है. അതുകൊണ്ട് इसलिए that's why in view of the risk factors random blood glucose was taken. That means the reason behind taking random blood glucose is because she is not previously screened for diabetes. Yes. That means second statement is taking place because of the first statement. So certainly you should use supporting connector. Second statement is taking place because of the first statement. So you can use any supporting connector. That she was not previously screened for diabetes, therefore random blood glucose was taken. She was not previously screened for diabetes,
full stop. Subsequently, comma, in view of the risk factors, random blood glucose was taken and traces of protein were noted. Subsequently and consequently in Tamil ollari cheriya vyathyasam. I have done a video, sir. I want them to watch once, right? Or should I give them an idea right now? Yes, I think it would be good if you would watch a video. I have done a video, a very small video, the difference between subsequently and consequently. Just go to YouTube and type. I have watched the video. You have, sir? Yes. All right, okay. So just go to YouTube and type B-GHUD OET subsequently versus consequently. You will get a small difference. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ ടൈം കളയുന്നില്ല. പക്ഷേ ഡു വാച്ച്, അധികം വ്യത്യാസമൊന്നുമില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ആൻസർ ഇസ് എ സപ്പോർട്ടിംഗ് കണക്ടർ. അവിടെ സപ്പോർട്ടിംഗ് കണക്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ആ സ്റ്റേറ്റ്മെന്റിലുള്ള ബാക്കി കാര്യങ്ങളുള്ള കോൺട്രിബ്യൂഷൻ Okay, she was not previously screened for diabetes. That is the first statement. അപ്പോൾ അവിടെ therefore സെമികോളൻ കൊടുത്തു, therefore ഇട്ടു, അല്ലെങ്കിൽ അവിടെ നമ്മൾ സബ്സീക്വന്റ്ലി യൂസ് ചെയ്യാം അല്ലെ, അതെല്ലാം നമ്മൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ therefore കോമ in view of the above in small I small letter ആണ്, in view of the risk factors കോമ, അത് ആ കോമ ഇൻ വ്യൂ ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സിന്റെ കോമയാണ്. മനസ്സിലാക്കുക, സബ്സീക്വന്റ്ലി കഴിഞ്ഞൊരു കോമയുണ്ട്, ഇൻ വ്യൂ ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ് കഴിഞ്ഞ് ഒരു കോമയും കൂടെ ഉണ്ട്. ദെൻ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് വാസ് ടേക്കൺ, ശ്രദ്ധിക്കുക, ആൻഡ് ട്രേസസ് ഓഫ് പ്രോട്ടീൻ വെയർ നോട്ടഡ് ഇൻ യൂറിനാലിസിസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടെൻസിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത്. ഷീ വാസ് നോട്ട് പ്രീവിയസ്ലി സ്ക്രീൻഡ് ഫോർ ഡയബറ്റീസ്. ദാറ്റ് ഈസ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, passive voice ആണ്. She was not previously screened means by the concerned person, right? That is the first statement is simple past passive voice ആണ്. Then നമ്മൾ therefore കഴിഞ്ഞു, semicolon therefore comma in view of the risk factors comma random blood glucose was taken, again simple past tense passive voice use ചെയ്തു, was taken by the concerned person, that is understood area. അതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കി. And അവിടെ വേണമെങ്കിൽ ആൻറ്റിന്റെ മുന്നിൽ ഒരു കുഞ്ഞു കോമ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു കോമ ആൻറ്റിന്റെ മുന്നിൽ ഇടാം. ബിക്കോസ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് മറ്റ് ഒരു വ്യൂ ആണ്, മറ്റൊരു കാഴ്ചപ്പാടാണ് നമ്മൾ. ആൻഡ് ട്രേസസ്, ദാറ്റ് ഈസ് ദ നൗൺ ഫോം, ട്രേസസ് ഓഫ് പ്രോട്ടീൻ. ട്രേസസ് ആണ്, ട്രേസസ് ഓഫ് പ്രോട്ടീൻ, ട്രേസസ് ആണ് സബ്ജക്ട്. ദാറ്റ് ഈസ് ട്രേസ് അല്ല, TRACES എന്ന നൗണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലൂറൽ നൗൺ ആയതുകൊണ്ട് വേർ നോട്ടഡ് ഇൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേർ ന്യൂട്ടഡ്, ദാറ്റ് ഈസ് ഓൾസോ സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ്. ലിറ്ററലി 3 ടെൻസുകൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, സോറി 3 സ്റ്റേറ്റ്മെന്റ് സംഭവങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ് ആണ്. സത്യമല്ലേ? എക്സലന്റ് ക്വസ്റ്റ്യൻ, സൂപ്പർ. ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻ അല്ല. നിങ്ങളിത് ഇതൊക്കെ ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. ഷീ വാസ് നോട്ട് പ്രീവിയസ്ലി സ്ക്രീൻഡ്, അവിടെയും പാസീവ് വോയിസ് ആണ്. ഇൻ വ്യൂ ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ് കഴിഞ്ഞ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് വാസ് ടേക്കൺ, ടേക്കൺ, അവിടെയും സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ് ആണ്. ആൻഡ് ട്രേസസ് ഓഫ് പ്രോട്ടീൻ വേർ നോട്ടഡ്, വാസ് ഇന്റെ പ്ലൂറൽ ഫോം, നോട്ടഡ് P3 ഫോം, ഇൻ യൂറിനാലിസിസ് എന്നുള്ളതും 3 passive structure use ചെയ്തിട്ടുണ്ട്, simple past tense. Excellent. All right, great. Yes sir, so let's move on to the next question. Our question le ella ingredients നമ്മൾ cover ചെയ്തു. Let's move on to the next question people. His balance is impaired and has slight weakness in the left side. Balance impaired ആണ് and left side ൽ slight weakness ഉം ഉണ്ട്. Okay, balance is impaired and has slight weakness in the left side. His physiotherapy and occupational therapy need to be initiated. പേഷ്യൻറ്റിന് ബാലൻസ് ഇമ്പയർഡ് ആയി സ്ലൈറ്റ് വീക്ക്നെസ്സും ഉണ്ട്. പേഷ്യൻ്റെ ഫിസിയോതെറപ്പിയും ഓക്യുപ്പേഷണൽ തെറപ്പിയും ഇനീഷ്യേറ്റ് ചെയ്യപ്പെടണം. വാട്ട് സ്യൂട്ടബിൾ കണക്ടർ വിൽ യു യൂസ്? What suitable connector will you use? Porete answers, Porete, come on people. Where is the energy? These questions are brought for you to answer very fast so that we could answer very fast and we could cover maximum questions. Supporting connector should be used. Come on, tell me, what supporting connector should we use? Comma for which says Arun. Okay. Porete people, answers Porete. Therefore, Vichu says therefore, Arun says for which, Soumya says therefore. Therefore, for which subsequently, okay, any connector can be used. Okay, Safna says therefore, can we use for which? Okay, coming to that. See, all supporting connectors namukku equally all statement ore bole use cheyan pattilla to. We have to see the structure of the statement as well.
Okay, therefore. Okay, sir. So shall I? Yes. Okay. So നോക്കിക്കേ ബാലൻസ് പേഷ്യന്റ് ഇമ്പയർഡ് ആണ്, അതേപോലെ സ്ലൈറ്റ് വീക്ക്നെസ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഉറപ്പായിട്ടും അതുപോലത്തെ ഒരു പേഷ്യന്റ് ഫിസിയോതെറപ്പി ഓക്യുപേഷണൽ തെറപ്പി ഇനിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, റൈറ്റ്? സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ബിക്കോസ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. യു ക്യാൻ യൂസ് എനി സപ്പോർട്ടിംഗ് കണക്ടർ ആൻഡ് ഷീബ ചോദിച്ച പോലെ എന്തെല്ലാം യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഹിസ് ബാലൻസ് ഇസ് ഇംപയർഡ് ആൻഡ് ഹാസ് സ്ലൈറ്റ് വീക്ക്നെസ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് സെമികോളൻ therefore comma his physiotherapy and occupational therapy need to be initiated. ഓക്യുപേഷണൽ കൂടെ തെറപ്പി വേർഡ് വന്നിട്ടില്ല, ഐ നോ, മൈ ബാഡ് പീപ്പിൾ. കറക്റ്റ് ചെയ്തോണേ. ഓക്യുപേഷണൽ തെറപ്പി നീഡ് ടു ബി ഇനീഷ്യേറ്റഡ്. His physiotherapy and occupational therapy need to be initiated, comma, as his balance is impaired and has slight weakness in the left side. ഇവിടെ ഫോർ വിച്ച് അത്രയും നന്നായിട്ട് പോകുന്നില്ല, സബ്സിക്വൻ്റ്ലി പോകും. ഹിസ് ബാലൻസ് ഇസ് ഇംപയർഡ് ആൻഡ് എ സ്ലൈറ്റ് വീക്ക്നെസ് ഇൻ ദ ലെഫ്റ്റ് സൈഡ്, ഫുൾ സ്റ്റോപ്പ്, സബ്സിക്വൻ്റ്ലി കോമ. Physiotherapy and occupational therapy need to be initiated. As പറ്റും ഞാൻ അതുകൂടെ ചെയ്യൂ. His physiotherapy and occupational therapy need to be initiated, comma, as his balance is impaired and has slight weakness in the left side. I'm specifically talking about left side and not about right side. So in the left side, any supporting connector, subsequently semicolon, therefore comma as any would do. Yes, okay, ഗ്രാമറിലോട്ട് മൂവ് ചെയ്യാം. Yeah. Tense. His balance is impaired and has slight weakness in the left side. Semicolon, subsequently, അതിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Again, comma, his physiotherapy, H സ്മോൾ ലെറ്റർ ആണ്. His physiotherapy and occupational therapy need to be initiated. Okay, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഹിസ് ബാലൻസ് ഈസ് ഇംപയർഡ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആക്റ്റീവ് വോയിസ് ആണ്. ഇംപയർഡ് ഒരു അഡ്ജക്റ്റീവ് ആണ്. അഗെയിൻ ഇംപയർഡ് എന്നുള്ള B3 ഫോം ഒന്നും അല്ലത്. ഇംപയർഡ് എന്ന് പറഞ്ഞാൽ ഹിസ് ബാലൻസ് ഈസ് ഇംപയർഡ്. ഓക്കെ, ആൻഡ് കണക്റ്റീവ് വന്നു. ഹാസ് മീൻസ് ഹി ഹാസ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഹിസ് ബാലൻസ് ഈസ് ഇംപയർഡ് ആൻഡ് ഹി ഹാസ്. അഗെയിൻ അവിടെ ഹി വേണ്ട, കണക്റ്റീവ് വന്നു. സബ്ജക്റ്റ് അപ്പോൾ ഹി ആണ്. ഹി ഹാസ് സ്ലൈറ്റ് വീക്ക്നെസ് ഇൻ ദ ലെഫ്റ്റ് സൈഡ്, സെമികോളൻ, അതും സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതായത് ഹിസ് ബാലൻസ് ഇസ് ഇംപയർഡ് സിമ്പിൾ പ്രസന്റ്, ഹാസ് സ്ലൈറ്റ് വീക്ക്നെസ് അഗെയിൻ സിമ്പിൾ പ്രസന്റ്, രണ്ടും ആക്റ്റീവ് വോയിസ് ആണ്. Therefore, okay, comma, his physiotherapy and occupational therapy, H small letter ആണ്. Physiotherapy is P small letter ആണ്. And occupational O small letter ആണ്. Occupational therapy need to be. എന്തുകൊണ്ട് needs എന്നിട്ടില്ല? ബിക്കോസ് അവിടെ രണ്ട് പ്രൊസീജിയർ, രണ്ട് തെറാപ്പി പറയുന്നുണ്ട്. അവിടെ സബ്ജക്റ്റ് ഫിസിയോതെറാപ്പി ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പി ആണ്. പക്ഷെ അവിടെ ഒരു തെറാപ്പി ഉള്ളായിരുന്നെങ്കിൽ, ഹിസ് ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ, ഹിസ് ഫിസിയോതെറാപ്പി നീഡ്സ് ടു ബി എന്ന് എഴുതണം. ദാറ്റ് ഈസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിലും അത് ആക്റ്റീവ് വോയിസ് അല്ല, പാസീവ് സൗണ്ട് ആണ്. അല്ലെ? നീഡ്സ് ടു ബി ഇനിഷ്യേറ്റഡ് ബൈ ദ കൺസേൺ ഡോക്ടർ അല്ലെങ്കിൽ കൺസേൺ അതോറിറ്റി. ദാറ്റ് ഈസ് ഡോക്ടർ ആവാം, ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാവാം. അല്ലേ? അപ്പോൾ ഹിസ് ബാലൻസ് ഈസ് ഇംപയർഡ് എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും, അതായത് ദെയർഫോറിന് മുന്നുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടും സിമ്പിൾ പ്രസന്റ് ആക്റ്റീവ് വോയിസ് ആണ്. ശേഷമുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്, പാസീവ് വോയിസ് ആണ്. അവിടെ നീഡ്സ് അല്ല, നീഡ് ആണ്. ബിക്കോസ് ദെയർ ആർ ടു സബ്ജക്ട്സ് ബോത്ത്. അത് ഒന്ന് ഫിസിയോതെറാപ്പിയാണ്, മറ്റൊന്ന് ഒക്യുപേഷണൽ തെറാപ്പിയാണ്. ഇനി എന്തെങ്കിലും അതിൽ നമുക്ക് കൊടുക്കാനുണ്ടോ? ഒന്നുമില്ലല്ലോ. Okay, let's move to the next question. Let's move on to the next question, people. Let's move on to the next question. Currently she is stable. Positive statement ആണ് പേഷ്യന്റിനെ കുറിച്ച്. Currently she is stable. Patient stable ആണ്. She is anxious about future and refuses to contact her family. Patient stable ആണ്, patient anxious ആണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ആങ്ഷ്യസ് ആണ്, അതേപോലെ ഫാമിലിനെ കോൺടാക്ട് ചെയ്യാൻ മടിക്കുന്നു. സ്റ്റേബിൾ ആയിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവിടെയാണ് സ്റ്റേബിൾ ആയിട്ടും. ക്ലൂ തരാതെ സാറിന് അല്ല സ്റ്റേബിൾ ആയിട്ടും. സ്റ്റേബിൾ ആയിട്ടും അവിടെ കൊടുത്തല്ലേ പറ്റൂ. അട്ടും അവിടെ എങ്ങോ ഇല്ല സ്റ്റേറ്റ്മെന്റില്, പക്ഷേ ഞങ്ങൾക്ക് കൊടുത്താലേ. നമ്മുടെ പിള്ളേരല്ലേ. റൈറ്റ്. കറന്റ്ലി ഷീ ഈസ് സ്റ്റേബിൾ. She is anxious about future and refuses to contact her family. Yes, Soumya, however. Okay. Aji, Shali ma'am. Yes, Aji. Soumya, plural subject Soumya, however. Babita, however. हाँ पोरटे. Which you, however, Sonia, however. Chalo, that's great. സോ സാർ മുമ്പേ പറഞ്ഞ പോലെ പേഷ്യന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആയിട്ടും എവിടെയോ പേഷ്യന്റ് ഒരു ചെറിയ മൈൻഡ് ബ്ലോക്ക് ഉണ്ട്. എന്താ മൈൻഡ് ബ്ലോക്ക്? പേഷ്യന്റ് ആങ്ഷ്യസ് ആണ്.
ഓക്കെ, പേഷ്യൻ്റ് ആങ്ഷ്യസ് ആണ് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത്. അതേപോലെ ഫാമിലിനെ കോൺടാക്ട് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നേരെ കോൺട്രഡിക്ടറി ആയതുകൊണ്ട്, ബിക്കോസ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കോൺട്രഡിക്ടറി ടു ദ ഫസ്റ്റ് വൺ, യു വിൽ യൂസ് എനി ഒപ്പോസിംഗ് കണക്റ്റർ. Here you can say, although she is stable, comma, she is anxious about future and refuses to contact her family. Or you can say, currently she is stable, semicolon, however, comma, she is anxious about future and refuses to contact her family. മൂന്നാമത് എങ്ങനെ പറയാം? Currently, comma, she is stable, comma, but she is anxious about future and refuses to contact her family. Any opposing connector can go here. Yes. അപ്പം although യൂസ് ചെയ്യാം, however യൂസ് ചെയ്യാം, ബട്ട് യൂസ് ചെയ്യാം. കാരണം അവിടെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് അല്ലേ? അവൾ സ്റ്റേബിൾ ആയിട്ടും അവൾ വളരെ കോൺഷ്യസ് ആണ് ഭാവിയെ കുറിച്ചും, റിഫ്യൂസ്, അതായത് സ്വന്തം കുടുംബത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ഗ്രമാറ്റിക്കൽ സൈഡിലോട്ട് മൂവ് ചെയ്യാം. ഓൾദോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓൾദോ, അങ്ങനെയാണെങ്കിൽ അവിടെ കോമയൊന്നും ഇടരുത്. ഓൾദോ ഷീ ഈസ് സ്റ്റേബിൾ, ഷീ എസ് സ്മോൾ ലെറ്റർ ആണ്, സ്റ്റേബിൾ ഒരു ആഡ്ജക്റ്റീവ് ആണ്, ഈസ് ആണ് മെയിൻ വേർബ്, കഴിഞ്ഞ് കോമ ഇടണം, അത് ഓൾദോയുടെ കോമയാണ്. ഓക്കെ, എഗെയിൻ ഷീ ഉണ്ട്, എസ് സ്മോൾ ലെറ്റർ ആണ്. ഷീ ഈസ് ആങ്ഷ്യസ്, അവിടെ ആങ്ഷ്യസ് ഒരു അഡ്ജക്റ്റീവ് ആണ്, ഈസ് ആണ് മെയിൻ വേർബ്. ഷീ ഈസ് സ്റ്റേബിൾ, ഷീ ഈസ് ആങ്ഷ്യസ്, ഇത് ശ്രദ്ധിക്കുക. എബൌട്ട്, ആങ്ഷ്യസ് കഴിഞ്ഞാൽ ഫിക്സഡ് പ്രപ്പോസിഷൻ എബൌട്ട് ആണ്. ആങ്ഷ്യസ് എബൌട്ട് ഫ്യൂച്ചർ ആൻഡ് റെഫ്യൂസസ്. പലരും ആലോചിക്കും എന്താണ് റെഫ്യൂസ് ഇടാതെ റെഫ്യൂസ് ഇട്ടെ? ബിക്കോസ് ഷീ റെഫ്യൂസസ്, റൈറ്റ്? ഷീ, ആ പെൺകുട്ടിയാണ് റെഫ്യൂസ് ചെയ്യുന്നത്. അവിടെ സബ്ജക്റ്റ് ഷീ ആണ്. ഷീ റെഫ്യൂസസ് സിംഗുലർ ആയപ്പോൾ വേർബും സിംഗുലർ ആണ്. വേർബ് സിംഗുലർ ആക്കണമെങ്കിൽ റെഫ്യൂസ് അല്ല, റെഫ്യൂസസ് ആണ്. റെഫ്യൂസസ് ടു കോണ്ടാക്ട് ഹർ ഫാമിലി, ദാറ്റ്സ് ഓൾ. അപ്പോൾ രണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതായത് ഷീ സ്റ്റേബിൾ സിമ്പിൾ പ്രസന്റ് ആണ്, ഷീ ഈസ് ആങ്ഷ്യസ് അബൌട്ട് ഫ്യൂച്ചർ ആൻഡ് റെഫ്യൂസസ് ടു കോണ്ടാക്ട് ഹർ ഫാമിലി എല്ലാം സിമ്പിൾ പ്രസന്റ് ആക്റ്റീവ് വോയിസ് ആണ്. അവിടെ പാസീവ് ഇല്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഓക്കെ. All right, so our question is, okay, സൗമ്യ ചോദിക്കുന്നു ഈവൻ ദോ നമുക്ക് യൂസ് ചെയ്തൂടെ? സി, ഈവൻ ദോ ഒരു ഒപ്പോസിംഗ് കണക്ടർ ആണ് സൗമ്യ, യൂസ് ചെയ്യരുത് യൂസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ലെറ്റർ റൈറ്റിംഗിൽ ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ളത് ഓൾദോ ആണ്. പക്ഷെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ, റിയൽ ലൈഫിൽ യു ക്യാൻ യൂസ് ബോത്ത്. ഓൾദോ യൂസ് ചെയ്യാം, ഈവൻ ദോ യൂസ് ചെയ്യാം, ദോ യൂസ് ചെയ്യാം. അവിടെ ഇൻസ്പൈറ്റ് ഓഫിൽ കൂടി മൂവ് ചെയ്യാം, ഡെസ്പൈറ്റ് മൂവ് ചെയ്യാം, ഇപ്പുറത്ത് വന്ന ബട്ട് മൂവ് ചെയ്യാം, ഹവർ യൂസ് ചെയ്യാം, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ OET ഇവിടെ നമ്മൾ ലെറ്റേഴ്സിൽ ആസ് ഷീ സെറ്റ്, ഷാരി പറഞ്ഞതുപോലെ നമ്മളൊരു എക്സ്ട്രാ റിസ്കിലേക്ക് എടുക്കണ്ട, നമുക്ക് സേഫ് സോണിൽ കൂടെ തൽക്കാലം പോകാം. ഓൾദോ നിങ്ങൾ യൂസ് ചെയ്യുക. ഓൾദോ ഈവൻ ദോയും അല്ല, ഒരിക്കലും തെറ്റാണെന്നല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഓൾദോ ഷീ ഈസ് സ്റ്റേബിൾ, നമുക്കന്ന് പറഞ്ഞു നോക്കാം. ഈവൻ ദോ ഷീ ഈസ് സ്റ്റേബിൾ സെയിം ആണ്, കോമൺ റൂള്. ഷീ ഈസ് ആങ്ഷ്യസ് അബൌട്ട് ഫ്യൂച്ചർ ആൻഡ് റെഫ്യൂസസ് ടു കോണ്ടാക്ട് ഹർ ഫാമിലി. ശരിയാണത്. പക്ഷെ നിങ്ങൾ ഇപ്പൊ തൽക്കാലം നമുക്ക് ഓൾദോ യൂസ് ചെയ്ത് പോവാം. Sonia, your question is, can we use but? Please explain in English. Yes, Sonia, yes. But is also an opposing connector. I already said that we have 3 opposing connectors that we use in our letter writing. They are although, semicolon, however, comma and comma but. So comma but can be equally used just like although and however. So let's move on to the last question of our today's session. Her cytological examination revealed malignant cells and adenocarcinoma was confirmed in core biopsy. That's the first statement. Her cytological examination revealed malignant cells and adenocarcinoma was confirmed in core biopsy. She was referred to a general surgeon for an operation. For an operation. അവിടെ ആൻ കൂടി ആഡ് ചെയ്തോണം. അവിടെ ആൻ ഉണ്ട്, അത് പ്രിന്റിംഗ് അത് മിസ്റ്റേക്ക് വന്ന ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടായത്. Her cytological examination revealed malignant cells and adenocarcinoma was confirmed in core biopsy. That is the first statement. The second statement is she was referred to a general surgeon for operation, for an operation. Yes. ഏതാണ് suitable connector എന്ന് നിങ്ങൾ നോക്കുക. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. Please comment. Everybody has to comment. Those who are watching this video, you are requested to comment your opinion. Please do fast. Great. Everybody lands with the right answer. Therefore, consequently, subsequently, therefore. Absolutely right, people. So, her cytological examination revealed what? Malignant cells. And adenocarcinoma was confirmed in what? In core biopsy. People, that is why she was referred to a general surgeon for a surgery.
Isn't it, people? Because her cytological examination revealed malignant cells and adenocarcinoma was confirmed in core biopsy, that is the reason she was referred to a general surgeon for an operation. That means second statement is taking place because of the after effect of the first statement. That is why you will use any supporting connector would go. That is, her cytological examination revealed malignant cells and adenocarcinoma was confirmed in core biopsy, semicolon, therefore, comma, she was referred to a general surgeon for an operation. Her cytological examination revealed malignant cells and adenocarcinoma was confirmed in core biopsy, full stop, subsequently, comma, she was referred to a general surgeon for an operation. She was referred to a general surgeon for an operation, comma, as her cytological examination revealed malignant cells and adenocarcinoma was confirmed in core biopsy. Grammatical sentence. Yes, please go ahead. Yes. Her cytological examination revealed. ഞാൻ ആദ്യം ഒന്ന് ഫസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. Her cytological examination revealed malignant cells and adenocarcinoma was confirmed in core biopsy, semicolon, therefore, okay, comma, she was referred to a general surgeon for an operation. ഇതാണ് സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഗ്രമാറ്റിക്കൽ സൈഡിലോട്ട് വന്നാൽ ഹെയർ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ റിവീൽഡ് ആണ്. ദാറ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ആക്റ്റീവ് വോയിസ് ആണ്. ആ എക്സാമിനേഷൻ ആണ് റിവീൽ ചെയ്തിരിക്കുന്നത്. അവിടെ വാസ് റിവീൽഡ് നിങ്ങൾ യൂസ് ചെയ്യരുത്. ശാലി, അവിടെ പലരും പാസീവ് വോയിസിലോട്ട് മൂവ് ചെയ്യും. കാരണം പാസീവ് വോയിസ് തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വാസ് V3 എന്ന ഒരു അങ്ങനെ എഴുതണം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഹെർ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ റിവീൽഡ് ആണ്, വാസ് റിവീൽഡ് അല്ല. ദിസ് ഈസ് ആക്റ്റീവ് വോയിസ് ആണ്. മാലിഗ്നന്റ് സെൽസ് ആൻഡ് അഡിനോകാർസിനോമ വാസ്, ആൻഡ് കഴിഞ്ഞ് അഡിനോകാർസിനോമയാണ് അഗെയിൻ സബ്ജക്ട്. ദാറ്റ് ഈസ് സിമ്പിൾ ദാറ്റ് ഈസ് സിംഗുലർ സബ്ജക്ട്. വാസ് കൺഫേംഡ്, ദാറ്റ് ഈസ് പാസീവ് വോയിസ്. സിമ്പിൾ പാസ്റ്റ് സെയിം ടെൻസ് ആണ്. രണ്ട് ടെൻസുകളും സിമ്പിൾ പാസ്റ്റ് ആണ്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ ആക്റ്റീവ് വോയിസും ആൻഡ് കഴിഞ്ഞ് കിടക്കുന്ന അഡിനോകാർസിനോമ വാസ് കൺഫേംഡ്. അല്ല, അഡിനോകാർസിനോമ കൺഫേംഡ് എന്ന് അവിടെ എഴുതിയില്ല. സിംഗുലർ ആയതുകൊണ്ട് വാസ് കൺഫേംഡ് ഇൻ കോർ ബയോപ്സി, സെമികോളൻ, therefore, comma, she was referred. Again she was referred ആണ്, she referred അല്ല. She referred എന്ന് പറഞ്ഞാൽ the doctor referred എന്നാണ് മീനിങ്. She is a doctor എന്നാണ് അർത്ഥം. ബട്ട് ഇവിടെ she patient ആണ്. പേഷ്യന്റിനെയാണ് റെഫർ ചെയ്തത്. She was referred to a general surgeon for an operation. എക്സലൻ്റ് ആയിരുന്നു. എക്സലൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നതിനപ്പുറത്ത് ഇതൊരു അല്ലേ ഏറ്റവും നമ്മൾ റിയാലിറ്റി ഇതാണ്. ദിസ് ഇസ് എ റിയാലിറ്റി. നമ്മൾ വെൻ വി സ്റ്റാർട്ട് ടു റൈറ്റ് ലെറ്റേഴ്സ് അവിടെ വരുന്ന സെൻറ്റൻസുകളുടെ സാമ്യം ഇതുമായിട്ടാണ്. ശരിയല്ലേ? ഇറ്റ് റിസംബിൾസ് ദ റിയൽ സെൻറ്റൻസസ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ 25th ലൈവ് സെഷൻ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് B-GHUD ഞങ്ങളുടെ ലൈവ് സെഷന് ആവശ്യമാണ്. എവ്രിബഡി ഹാസ് ടു, എല്ലാവരും ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ കൊമൻറ്റിൽ കൂടിയും ഷെയറിൽ കൂടി ഇത് കൂടുതൽ പേരിൽ എത്തിക്കുക. അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഷാലി, നാളെ there are many students who have decided to write exam or to sit tomorrow. Right, people. അവരോട് എനിക്ക് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന പോലെ എല്ലാ ലൈവ് സെഷനിലും പറയുന്ന പോലെ ഒരു എക്സാം ടാസ്കും ഡിഫിക്കൽട്ട് അല്ല, ഈസി അല്ല. ഇറ്റ് ഈസ് യു ഹു മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ആൻഡ് ഇറ്റ് ഈസ് യു ഹു മേക്ക് ഇറ്റ് ഈസി ബൈ ദ വേ യു റീഡ്, ബൈ ദ വേ യു പെർസീവ്. ഓക്കെ, സോ നോ എക്സാം ഹാൾ ഹാസ് എ ടെൻഡൻസി ടു പ്രഷറൈസ് യു. നോ എക്സാം ക്വസ്റ്റ്യൻ ഹാസ് എ ടെൻഡൻസി ടു മേക്ക് യു ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് എ സൊഫിസ്റ്റിക്കേറ്റഡ് വൺ or it's a piece of cake. അല്ലേ? So no question paper is rocket science, no question paper is a piece of cake. It is you who make it a big one or a easy one by the way you perceive it. So tomorrow is your day. You decide how the exam task is going to be. You decide how you are going to read the task. You decide how the exam question, how are you going to approach it. So please fix your mind that the exam task is going to be wonderful. You are going to be amazing, and certainly the day is going to be amazing and you will do wonderful tomorrow. So all of you, wish you all the very best. Break a leg. Thank you everyone. Bye-bye.